15 ലക്ഷം ചതുരശ്രയടി വിസ്തൃതി, ഭൂനിരപ്പിൽ ആഗമന ടെർമിനൽ, മുകളിൽ പുറപ്പെടലിനുള്ള ടെർമിനൽ, 56 ചെക്ക് ഇൻ കൗണ്ടറുകൾ, 48 എമിഗ്രേഷൻ കൗണ്ടറുകൾ. അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലെ ടെർമിനൽ സൗകര്യമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത്. കൊച്ചി വിമാനത്താവളം നിർമ്മിക്കുമ്പോൾ മുതൽ മുടക്ക് 300 കോടിയായിരുന്നുവെങ്കിൽ 550 കോടിയാണ് രാജ്യാന്തര ടെർമിനലിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. അടുത്ത 25 വർഷത്തെ വളർച്ച കണക്കിലെടുത്താണ് പുതിയ ടെർമിനലെന്ന് സിയാൽ MD വിജയ് കുര്യൻ പറഞ്ഞു. ഇപ്പോഴത്തെ ആഭ്യന്തര ടെർമിനലിലേക്കുള്ള കവാടത്തോട് ചേർന്നാണ് പുതിയ ടെർമിനൽ വരിക. പീക്ക് അവർ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പുതിയ ടെർമിനൽ പണിയുന്നത്. ഏതാണ്ട് 4000 പാസഞ്ചേഴ്സിനെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇതുകൂടാതെ ഏവിയേഷൻ അക്കാദമി, ഡ്യൂട്ടി ഫ്രീ വെയർഹൌസ്, 9 ഹോളുകൾ കൂടി ഉൾപ്പെടുത്തി 15 കോടി ചെലവിൽ ഗോൾഫ് കോഴ്സ് നവീകരണം, 7 കോടി ചെലവിൽ 1 മെഗാവാട്ട് ശേഷിയുടെ സൗരോർജ്ജ പാനൽ എന്നിങ്ങനെ 800 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് സിയാൽ തുടക്കമിടുന്നത്. യൂസേഴ്സ് ഫീ ഈടാക്കാതെ വൈവിധ്യവൽക്കരണത്തിലൂടെ ഓരോ വർഷവും വരുമാന മികവ് നേടുന്ന സിയാലിന് പുതിയ ടെർമിനലും 800 കോടിയുടെ വികസന പ്രവർത്തനങ്ങളും രാജ്യാന്തര വ്യോമയാന മേഖലയിൽ പുതിയ വിലാസമാകും നൽകുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.